നമസ്കാരം. താൻ പാല് കൊടുത്ത് വളർത്തിയ അൻവർ തിരിഞ്ഞുകൊത്തിയപ്പോൾ വിളറിപ്പൂണ്ട പിണറായി വിജയൻ ഒടുവിൽ അൻവറിനെ അകത്താക്കിയിരിക്കുകയാണ്. ഇടതുമായി ഇടഞ്ഞതിനു ശേഷം സർക്കാരിനെതിരെ നടത്തിയ വെല്ലുവിളികളും വിമർശനങ്ങളും മുഖ്യനെ അസ്വസ്ഥനാക്കിയതിന് പിന്നാലെ തന്നെ അൻവറിനെ പൂട്ടാൻ പിണറായിയും കൂട്ടരും പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ആ പ്ലാനിങ് ഇപ്പോഴാണ് നടപ്പിലായി എന്നത് മാത്രം. അൻവറിന്റെ സർക്കാരിനെതിരായ പ്രതിഷേധവും അറസ്റ്റും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും മുന്നും പിന്നും നോക്കാതെ ആക്രമിക്കാൻ അടുത്തിടെ വരെ CPM-ന്റെ ആയുധമായിരുന്നു PV അൻവർ. ഒടുവിൽ പാർട്ടിയുമായി തെറ്റി ഭരണപക്ഷത്തെ ആവി വെറുപ്പിച്ചാണ് അൻവർ അറസ്റ്റിലാകുന്നത്. അൻവറിനെ പുകഴ്ത്തിയവർ തന്നെ ഇകഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടും എന്നതാണ് സത്യം. മുന്നണിയിൽ നിന്നും പുറത്തായതിനു ശേഷവും നിരന്തരം വാർത്താ സമ്മേളനം വിളിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. ഇതിന്റെ പകയാണ് അറസ്റ്റ് എന്ന കാര്യം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകുന്നതാണ്. തനിക്കെതിരെ സംസാരിക്കുന്നതിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് പിണറായി വിജയൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമൊന്നുമല്ല. പിണറായി വിജയനെതിരെ പരസ്യമായി പ്രതികരിച്ച PV അൻവറിന്റെ അറസ്റ്റ് ഒട്ടും അപ്രതീക്ഷിതവുമല്ല. സർക്കാരിൽ നിന്ന് ഇത്തരം നടപടികൾ ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്ന് അൻവറും ഉറപ്പിച്ചതാണ്. കിട്ടിയ ആദ്യ അവസരം തന്നെ പാർട്ടിയും സർക്കാരും നന്നായി ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. രാത്രി വീട് വളഞ്ഞുള്ള അറസ്റ്റ് നടപടികൾക്ക് പതിവിൽ കവിഞ്ഞ ശുഷ്കാന്തിയാണ് പോലീസ് കാണിച്ചത്. സമാനമായ സംഭവങ്ങളിൽ ദിവസങ്ങൾ കഴിഞ്ഞാലും നടപടികൾ ഉണ്ടാകാറില്ല എന്നിരിക്കെ ഒരു MLA-യെ മണിക്കൂറുകൾക്കകം പോലീസ് വീട് കയറി പിടികൂടി. തീരുമാനം പോലീസിന്റേത് മാത്രമല്ല എന്നത് ഉറപ്പാകുന്നു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശമാണ് നടപ്പായത്. ഇത്തരമൊരു അവസരത്തിന് സർക്കാരും പോലീസും കാത്തിരിക്കുകയായിരുന്നു. കാരണം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി, ADGP MR അജിത് കുമാർ എന്നിവർക്കും നേരെ അൻവർ നടത്തിയത് പോലുള്ള കടന്നാക്രമണങ്ങൾ സമീപകാലത്ത് ആരും തന്നെ നടത്തിയിട്ടില്ല. അതുണ്ടാക്കിയ പ്രകമ്പനങ്ങൾ മറികടക്കാൻ പിണറായി വിജയന് കഴിഞ്ഞത് പാർട്ടിയിലും സർക്കാരിലും അദ്ദേഹത്തിനുള്ള പൂർണ്ണ നിയന്ത്രണം കൊണ്ട് മാത്രമാണ്. തനിക്കെതിരായിട്ട് സംസാരിക്കാൻ ധൈര്യം കാണിച്ചയാൾ ഇടതു മുന്നണിയിൽ വേണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചതോടെ അൻവറിന് ഇടതു മുന്നണിയിലും ഇരിപ്പിടം നഷ്ടമാവുകയായിരുന്നു. അൻവർ ഉയർത്തിയ വിവാദം കെട്ടടങ്ങിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനെതിരെ ഒന്നിലേറെ മാനനഷ്ട കേസുകളുമായി P. ശശി രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല അൻവറിനെതിരെ നേരത്തെയുള്ള ചില പരാതികൾ പൊടി തട്ടിയെടുക്കാനുള്ള നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ സാധ്യമായ എല്ലാ നിലയിലും അൻവറിനെ പൂട്ടാൻ കരുക്കൾ നീക്കവേ വനം വകുപ്പ് ഓഫീസിലെ സംഘർഷം സർക്കാരിന് വീണ് കിട്ടിയ സുവർണാവസരമായി മാറുകയായിരുന്നു. സംഘർഷ സമയത്ത് അൻവർ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും അക്രമത്തിൽ നേരിട്ട് പങ്കില്ല എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എങ്കിലും അൻവറിനെ മുഖ്യപ്രതിയാക്കിയത് മുകളിൽ നിന്നുള്ള തീരുമാനമാണ് എന്ന കാര്യം വ്യക്തം തന്നെയാണ്. അഴിക്കുള്ളിലാക്കാൻ ഉറപ്പിച്ച സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ വെല്ലുവിളിച്ചു നിന്ന അൻവറിന് വഴങ്ങുകയല്ലാതെ വേറെ വഴിയില്ലാതായി മാറി. കഴിഞ്ഞ ദിവസം കരുളായി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവം കൂടി ഉണ്ടായതോടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇത് അക്രമങ്ങളിലേക്ക് പോവുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഈ സംഭവമാണ് അൻവറിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. എന്തായാലും അറസ്റ്റോടെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അൻവറിന്റെ ഇമേജ് നല്ല രീതിയിൽ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ചുരുക്കി പറഞ്ഞാൽ പിണറായിക്കുള്ള കുഴി പിണറായി തന്നെ കുഴിച്ചതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടപ്പ്.